ഹലോ ഗൈസ്, ഞാനൊരു കാര്യം പറഞ്ഞു വേണ്ടി വീഡിയോ എടുത്തിട്ടുണ്ടോ. ഈ അഖിൽ മാരാർ അവന് എന്താ കാണിക്കുന്നത്? അവനക്ക് എന്താ പറ്റി? അവൻ്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആണ് ഇതെൻ്റെ ക്വസ്റ്റ്യന്. കാരണം അവൻക്ക് കാസ്റ്റിംഗ് എനിക്ക് പറയാൻ ഇപ്പോൾ ബുദ്ധിമുട്ട്. കാസ്റ്റിംഗ് കൗച്ച് പറഞ്ഞ ഒരു സാധനം അവൻ്റെ തലയിലേക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ അവനാണ് വിന്നറായിട്ട് പോയി, അവനാണ് കാപ്പ് കിട്ടി, അവന് ബിഗ് ബോസിൻ്റെ ടൈറ്റിൽ വിന്നറാണ്. പിന്നെ ഇവന് എത്ര വർഷം, ഒരു വർഷം കഴിഞ്ഞിട്ടാണ് അവൻ്റെ തലയിലേക്ക് കാസ്റ്റിംഗ് കൗച്ചിലാണ് ആ സാധനം കയറിയിട്ടുണ്ടായോ. സോ അവനക്ക് അങ്ങനെ പോലെ ഓരോ ഇഫ് ഹി ഹാസ് എനി എക്സ്പീരിയൻസ് വിത്ത് ദറ്റ് കാസ്റ്റിംഗ് കൗച്ച്, അവനക്ക് ആരെ പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അവനക്ക് അങ്ങനെ പോലെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവൻ്റെ കാര്യം പറയാനും. ഈ പെണ്ണുങ്ങളിത് തലയിലേക്ക് വെച്ചിട്ട് അവന് ഈ കളിക്കിനാണ് എൻ്റെ മോളും പിന്നെ എന്താ പറയുക എസിയൻ്റെ വേണ്ടി കുറ്റം പറഞ്ഞിട്ട് ഇരിക്കുന്നത്. സോ അവനക്ക് അതാ ഫസ്റ്റ് മനസ്സിലാക്കി നമുക്ക് പെണ്ണുങ്ങൾക്ക് അറിയാം നമുക്ക് എങ്ങനെയാണ് ഡിഫൻസ് ചെയ്യുന്ന വേണ്ടി. ഇന്ന് ഈ 6ാമത്തെ സീസണ് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വി ക്യാൻ ടേക്ക് കെയർ ഓഫ് അവർ സെൽഫ്. ഹി ഡോണ്ട് ഹാവ് ടു ബി ലൈക്ക് എ കിങ് ആൻഡ് കമ്മിങ് ആൻഡ് സേവിങ് us. We are not crying and asking, begging him. And what he is doing, he only knows. അവനക്ക് എന്തെങ്കിലും പ്രാന്തി പിടിച്ചിട്ടുണ്ടെങ്കിൽ, അവനക്ക് എന്തെങ്കിലും ആരോ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അവനക്ക് ആരാ കാസ്റ്റിംഗ് കൗച്ചിലെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അവന് അതൊക്കെ പറയണ്ടേ? അവന് എന്താണ് നമ്മളുടെ താലയിലേക്ക് ആന ഗാനം വെച്ചിട്ട് അവന് അങ്ങനെ കറിക്കുന്നത്, അവന്റെ ഫോളോവേഴ്സ് കൂട്ടുന്നത്, അവന്റെ ഇങ്ങനെ കൊടുക്കുന്നത്, അത്ര സൈക്കിക് പ്രോബ്ലം ആണ് ആൾക്ക്. എനിക്ക് അത് മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ആർക്കും ഉണ്ടായിട്ടില്ല. കാരണം ഫസ്റ്റ് ഡേ മോഡിലെ ബിഗ് ബസ്സിലെ പോകുന്ന മോഡിലെ എനിക്ക് ഓഡീഷന് കാര്യത്തിൽ ഉണ്ടെങ്കിലും ഇങ്ങനെ ബിഗ് ബസ്സിൻ്റെ വീട്ടിൽ പോകുന്ന ടൈമിൽ ബിഗ് ബസ് തിരിച്ചിറങ്ങി എനിക്ക് എയർപോർട്ടിൽ എത്തുന്ന മുതൽ നമുക്ക് അങ്ങനെ ഓരോ പെണ്ണിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല എനിക്ക് തോന്നുന്നുണ്ടോ. കാരണം അങ്ങനെ ഒരു ഇല്ല. പക്ഷെ അവനക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ, അവനക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, പേഴ്സണലി അങ്ങനെ ഓരോ കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവന് അപ്പോൾ പറയുന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മളുടെ സീസണിൽ വെച്ചിട്ട് ഓരോ പ്ലേ കാർഡ്, അവൻ്റെ വിമൻ കാർഡ് പ്ലേ ചെയ്യുന്ന ഒരു ആവശ്യത്തെ ഇല്ല. പിന്നെ എല്ലാം പെണ്ണുങ്ങൾക്ക് എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ടോ, ഇറ്റ്സ് വെരി സേഫ്, ഇറ്റ്സ് ലൈക്ക് ഓൺ ഹോം. ദാറ്റ് ഈസ് ദ റീസൺ ഐ ക്രൈഡ് ഇറ്റ്. സോ എല്ലാവർക്കും മനസ്സിലായി. കാരണം നമുക്ക് നമ്മൾ സ്വന്തം വീട്ടിലെ പോലെ താമസിക്കുന്ന അവിടെ ഒരു അങ്ങനെ പോലെ സംഭവമേ ഇല്ല. പക്ഷെ ഈ ആളെ എന്താണ് പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല. പ്ലീസ് ബോയ്കോട്ട് അഖിൽ മാരാർ. ഇറ്റ്സ് വെരി ഇറിറ്റേറ്റിംഗ്.